ബി.ജെ.പി കോടികൾ ഒഴുക്കി നടത്തിയ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിന്റെ അഴുക്കുചാലുകൾ സ്വന്തം നേതാക്കൾ തന്നെ വലിച്ചു കീറി ഒട്ടിക്കുമ്പോൾ നാണക്കേടിന്റെ പുതിയ റെക്കോർഡുകൾ തീർക്കുകയാണ് കേരളത്തിലെ താമരപ്പട. ഒരു കാര്യം ആദ്യം ചോദിക്കാനുള്ള പി.സി. ജോർജ്, നിങ്ങൾക്ക് നാണമുണ്ടോ? ഇത്രയൊക്കെ വീരവാദം മുഴുകി ബി.ജെ.പിയിൽ പോയി അവർ പറയുന്ന കാര്യങ്ങളൊക്കെ തുപ്പി അവസാനം അങ്ങനെയല്ല, ഞാൻ വിശുദ്ധനാണ് അല്ലെങ്കിൽ വിശുദ്ധ രീതിയിലാണ്, അവരൊക്കെ പാപം ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്തിട്ടില്ല, അഴിമതി ചെയ്തിട്ടില്ല, പണം വാങ്ങിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ ബി.ജെ.പി കെട്ടിപ്പോക്കാൻ ശ്രമിക്കുന്ന ഒരു വിശുദ്ധ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുടെ മുഖംമൂടിയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഒന്നൊന്നായിട്ട് അഴിഞ്ഞു വീഴുന്നത്. കോടികളുടെ ഡീൽ നടന്നു എന്ന് സ്വന്തം അണികൾ മുന്നിൽ മൈക്ക് കെട്ടി പ്രസംഗിച്ച നേതാവ്, അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം എനിക്ക് തെറ്റുപറ്റിയെന്ന് അവർ വിശുദ്ധന്മാരാണ് എന്ന് പറഞ്ഞ് മലക്കമറിയുന്ന നാണം കെട്ട കാഴ്ചയ്ക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. പ്രതിഷേധം നടന്നിരുന്നു ഡൽഹിയിൽ. ആ പ്രതിഷേധത്തെ ചൊല്ലി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ പ്രതിഷേധം നടത്തി. അതിനിടയിലും തൃശ്ശൂരിലെ സ്വന്തം നേതാവ് അല്ലെങ്കിൽ ആ ബി.ജെ.പിയുടെ അംഗമായിട്ടുള്ള ഒരു വ്യക്തി വന്നിട്ട് പറയുകയാണ് ഇവിടെ കോടിക്കണക്കിന് രൂപ ചാക്കുകെട്ടുകളിൽ വന്നു എന്ന്. അത് പറയാൻ രാജീവ് ചന്ദ്രശേഖറിന് നാവില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് പറയാൻ നാവില്ലാത്തത്? നിങ്ങൾ ഡൽഹിയിലെ പ്രതിഷേധത്തിന് പകരം സെക്രട്ടേറിയറ്റിൽ പ്രതിഷേധം നടത്തിയല്ലോ. ഇപ്പോൾ ഇതാ പൂഞ്ഞാറിലെ 4.5 കോടിയുടെ തിരഞ്ഞെടുപ്പ് ഫണ്ടിനെ അല്ലെങ്കിൽ ആ വിനിയോഗത്തെ ചൊല്ലി പി.സി. ജോർജ് നടത്തിയ യു-ടേൺ വെറുമൊരു വ്യക്തിപരമായിട്ടുള്ള തിരുത്തലല്ല, വലിയൊരു കാര്യം തന്നെയാണ്. മറിച്ച് കേന്ദ്ര അധികാരത്തിന്റെ തണലിൽ കേരളത്തിൽ പണം ഒഴുകി വോട്ട് പിടിക്കാൻ നോക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര തർക്കങ്ങളും വിഹിതം വെക്കലുകളും അങ്ങാടിയിൽ തോറ്റവർ തൊഴുത്തിൽ കൊള്ളിക്കുന്ന ഒരു നാടകവുമാണ് കാണുന്നത്. ഈ നാടകങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെയാണ് മറുവശത്ത് രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള വൻ നേതാക്കൾ ഈ കേരളത്തിലെ ബി.ജെ.പി രാഷ്ട്രീയത്തിന്റെ ഉൾപേരുകളിൽ മനം മടുത്ത് പിൻവാങ്ങുന്നതും. അതാണ് വാർത്തകളിൽ നിറയുന്നത്. പണക്കൊഴുപ്പും കോർപ്പറേറ്റ് പ്രതിച്ഛായയും വോട്ടാക്കി മാറ്റാമെന്ന വ്യാമോഹവുമായിട്ട് തിരുവനന്തപുരത്ത് വന്നിറങ്ങിയ രാജീവ് ചന്ദ്രശേഖരന് സ്വന്തം പാർട്ടിയിലെ ഗ്രൂപ്പിസവും കാലുവാരലും കാണും ഒടുവിൽ കളം വിടേണ്ടി വന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ സോഷ്യൽ മീഡിയ ബയോ മാറ്റിയും കേരളത്തോട് ഗുഡ് ബൈ പറഞ്ഞതും അദ്ദേഹം നടത്തിയ നീക്കങ്ങളാണ്. കാരണം ഇവിടെ വലിയ അഴിമതി നടന്നിരിക്കുകയാണ്, അതിൽ തനിക്ക് പങ്കില്ല, കൈ കഴുകി മാറാം എന്ന് കരുതി ഒളിച്ചോടുകയാണ്. എവിടേക്കാണ് പോകുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിന്റെയൊക്കെ മറുപടി പറയാത്തത്? ഇപ്പോൾ പി.സി. ജോർജ് പറഞ്ഞിരിക്കുക, ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് നാണമുണ്ടോ പി.സി. ജോർജ്? നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ അവിടെ നിൽക്കാൻ നോക്ക്, അതിലൊരു നിലപാട് സ്വീകരിക്കാൻ നോക്ക്. കള്ളമെങ്കിൽ കള്ളം, സത്യമെങ്കിൽ സത്യം. ആരെ ബോധിപ്പിക്കാനാണ് നിങ്ങൾ ഈ മലക്കം മറിഞ്ഞ് ഇത്തരം വിവാദങ്ങൾ സൃഷ്ടിച്ച് വീണ്ടും വീണ്ടും വാർത്തകളിൽ നിറയുന്നത്? ബി.ജെ.പി നടത്തിയത് അഴിമതി തന്നെയാണ്, അതിനെ ഒരിക്കലും ന്യായീകരിക്കില്ല. അത് ഏറ്റവും വലിയ തെറ്റാണ്. ബി.ജെ.പി പണം എറിഞ്ഞുകൊണ്ട് ആൾക്കാരെ വിലക്കി വാങ്ങി വോട്ടാക്കി മാറ്റാം എന്നുള്ള വ്യാമോഹം കേരളത്തിൽ ഉണ്ടെങ്കിൽ അത് നടക്കില്ല എന്നുള്ളതാണ്. ബി.ജെ.പിയുടെ കേരളത്തിലെ ഈ പ്രൊഫഷണൽ രാഷ്ട്രീയ നാടകം എത്രത്തോളം പൊള്ളയാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി അടിത്തട്ടിൽ രാഷ്ട്രീയ അടിത്തറയില്ലാതെ വെറും ജനപ്രിയ കാർഡുകളും പണക്കൊഴുപ്പും മാത്രം വിശ്വസിച്ച് ഇറങ്ങുന്നവർക്ക് കേരളം നൽകുന്ന തിരിച്ചടിയുടെ 2 മുഖങ്ങളാണ് ഈ പി.സി. ജോർജും രാജീവ് ചന്ദ്രശേഖറും ഒക്കെ പോലുള്ള ആളുകൾ. കേന്ദ്ര നേതൃത്വം നൽകുന്ന കോടികളുടെ ഫണ്ട് എങ്ങോട്ട് പോകുന്നു എന്ന പി.സി. ജോർജിന്റെ ചോദ്യവും പാർട്ടിയിലെ ആഭ്യന്തര ശത്രുതയിൽ മനം മടുത്തുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ പിൻവാങ്ങലും വിരൽ ചൂണ്ടുന്നത് ഒരേ കേന്ദ്രത്തിലേക്കാണ്, കേരള ബി.ജെ.പിയുടെ ജീർണിച്ച സംഘടനാ സംവിധാനത്തിലേക്ക്. വോട്ട് കൂട്ടാൻ വേണ്ടി ആരെയും കൂട്ടുകെട്ടാമെന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ അമിത ആത്മവിശ്വാസത്തിന് കേരളത്തിലെ ഗ്രൂപ്പ് നേതാക്കൾ നൽകിയ 8ന്റെ പണിയാണിത്. നമുക്കറിയാം, ഈ ഒരു വിഷയം വന്നപ്പോൾ തൃശ്ശൂരിലാണ് ഈ ആദ്യം ഒരു വ്യക്തി ഈ ഒരു കാര്യം ഉന്നയിച്ചത്. അവിടുത്തെ ഒരു നേതാവ് തന്നെ പറയുകയാണ്, ബി.ജെ.പിയുടെ ഒരു നേതാവ് പറയുകയാണ്, ചാക്കുകെട്ടുകളിൽ കോടികൾ വന്ന് മറിഞ്ഞു, അതെങ്ങോട്ട് പോയി, പലർക്കും കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരാതി പറയുകയാണ്. അതായത് കേരളത്തിലെ രാഷ്ട്രീയം, ബി.ജെ.പി രാഷ്ട്രീയത്തിനുള്ളിൽ വലിയ പുകിലുകൾ നടക്കുകയാണ്. അതിനിടയിലാണ് പി.സി. ജോർജിന്റെ ഈ ഒരു കാര്യം പുറത്തു വരുന്നത്. രാഷ്ട്രീയ ആദർശമല്ല, മറിച്ച് ഫണ്ടിന്റെ വീതം വെപ്പും വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളുമാണ് പാർട്ടിയെ നയിക്കുന്നത് എന്ന് ഈ 2 സംഭവങ്ങളും അടിവരയിടുന്നുണ്ട്. ഷോള് മേടിക്കാൻ, ഈ ക്യാപ്പ് മേടിക്കാൻ, താമരയുടെ ചിഹ്നം മേടിക്കാൻ ഇത്ര കോടി രൂപ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഈ ഒരു ചെറിയ കാര്യം മേടിക്കാനാണോ നിങ്ങൾക്ക് ഇത്രയും വലിയ തുക, ഇത്രയും കോടിക്കണക്കിന് രൂപ? ദില്ലിയിലെ നേതാക്കൾ എത്രയൊക്കെ അലക്കി വെളുപ്പിച്ചാലും കേരളത്തിലെ ബി.ജെ.പി രാഷ്ട്രീയം ചെളിയിൽ തന്നെയാണെന്ന് ഈ ഇരട്ട പ്രഹരത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾ വന്ന് ഇവിടെ വല്ല കാര്യങ്ങളും ഒക്കെ ചെയ്താൽ 1-2 വോട്ട് എങ്കിലും കിട്ടും. അല്ലാതെ ഈ യുവന്മാരെ പോലുള്ള ആളുകളെ, ഇത്രയും കള്ളത്തരം കാണിക്കുന്ന, അഴിമതിയും കാണിക്കുന്ന ആൾക്കാരെയൊക്കെ നിരത്തി കൊണ്ടുവന്നിരുന്ന നിങ്ങളുടെ ഉള്ള വിലയും ഉള്ള വോട്ടും കൂടി പോകും. എനിക്ക് ഒരൊറ്റ തന്തേ ഉള്ളൂ, അത് നരേന്ദ്രമോദി ആണെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വികാരധീനനായിട്ട് പറയുന്ന പി.സി. ജോർജിനെയാണ് നമ്മൾ ഒടുവിൽ കണ്ടത്. എന്നാൽ ഇതേ പി.സി. ജോർജ് തന്നെയാണ് തലേ ദിവസം വരെ ബി.ജെ.പിയുടെ പ്രാദേശിക നേതാക്കൾ 4.5 കോടി രൂപ മുക്കി പുതിയ കാർ വാങ്ങി നടക്കുകയാണെന്ന് ആരോപിച്ചത്. ഭയമാണോ അതോ മുകളിൽ നിന്നുള്ള കടുത്ത ശാസനയാണോ ജോർജിനെ കൊണ്ട് ഈ ഒരു വാക്കുകൾ വിഴുങ്ങിച്ചത് എന്ന് പകൽ പോലെ വ്യക്തമാണ്.
ആരോപണം ഉന്നയിക്കുമ്പോൾ സിംഹമാകുന്ന ഈ PC ജോർജ് പാർട്ടിയുടെ അച്ചടക്കം വാൽ കാണുമ്പോൾ ഒരു പൂച്ചക്കുട്ടിയാകുന്ന കാഴ്ചയാണ് കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു തമാശ എന്ന് പറയുന്നത്. കാരണം നിലവാരമില്ലാത്ത ഒരു PC ജോർജിനെയാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പണ്ട് ഒരു പുലിയായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണ്? ഇപ്പൊ എലി പോലും അല്ല എന്നുള്ളതാണ്. BJP കയറിയതോടെ മറ്റു കാര്യങ്ങൾ, വർഗീയ വിദ്വേഷം പരത്തുക, വർഗീയപരമായിട്ട് വലിയ രീതിയിലുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുക, എന്തിനേറെ പറയുന്നു, ഒരു ന്യൂനപക്ഷ വോട്ടുകൾ ലഭിക്കും എന്ന് കരുതിയ BJPക്ക് വലിയ തിരിച്ചടിയാണ് ഈ വിദ്വേഷ പ്രസംഗം എന്ന് പറയുന്നത്. ഒരു നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കുന്ന പരമാവധി തുക 40 ലക്ഷമാണെന്ന് ഈ ജോർജ് തന്നെ തിരുത്തുമ്പോൾ അവിടെ പുറത്തു വരുന്നത് ഒരു വലിയ നിയമലംഘനമാണ്. പിന്നെ എങ്ങനെയാണ് ഈ പൂഞ്ഞാറിൽ മാത്രം 4.45 കോടി രൂപയുടെ ഫണ്ട് വന്നു എന്ന് ജോർജ് ആദ്യം വിളിച്ചു പറഞ്ഞത്? ഇലക്ഷൻ കമ്മീഷന്റെ പരിധിക്ക് അപ്പുറത്ത് കോടികളുടെ കള്ളപ്പണം കേരളത്തിലേക്ക് BJP ഒഴുക്കുന്നുവെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് അടിവരയിടുന്നതാണ് ഈ PC ജോർജിന്റെ പ്രസ്താവന എന്ന് പറയുന്നത്. ആ കള്ളം മറയ്ക്കാനാണ് ഇപ്പോൾ സജി കുരിക്കാടിന്റെ വിശുദ്ധനാക്കി ജോർജ് രംഗത്തെത്തിയിരിക്കുന്നത്. കൊടകര കുഴൽപ്പണക്കേസ് മുതൽ BJPയുടെ പിന്തുടരുന്ന ഫണ്ട് വിവാദങ്ങളുടെ ഏറ്റവും വലിയ പതിപ്പാണ് ഇപ്പോൾ പൂഞ്ഞാറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിൽ നിന്ന് വരുന്ന പണം കൃത്യമായിട്ട് താഴെത്തട്ടിൽ എത്തുന്നില്ല എന്നും അത് പാർട്ടിക്കുള്ളിലെ ചില വമ്പൻ സ്രാവുകൾ വഴിമാറ്റുന്നു എന്നുമുള്ള ആരോപണം BJPക്കുള്ളിൽ പണ്ടേ ഉള്ളതാണ്. അത് ആളുകൾ പറയുകയും ചെയ്യുന്നുണ്ട്. ഇനി ജോർജ് അത് പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല PC ജോർജിന്റെ വാക്കുകൾ ഇപ്പോൾ എന്തുവാട്ടെ, അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം അത്രയും ഗൗരവമുള്ളതാണ്. നിലപാടില്ലായിരിക്കാം, പക്ഷേ ഒരു കാര്യം, കള്ളമെങ്കിൽ കള്ളം, സത്യമെങ്കിൽ സത്യം, പറഞ്ഞു നിന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ ആദ്യമേ പഠിക്കണം. അതായത് ഒരാളെ ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കുക എന്ന് പറയത്തില്ല, അതാണ് PC ജോർജ് നടത്തുന്നത്. എന്തുമാണ് നിങ്ങൾ ഈ രാഷ്ട്രീയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പണ്ടത്തെ നിങ്ങളുടെ മനോഭാവവും ബുദ്ധിയൊക്കെ എവിടെ പോയി? എന്തായാലും ഈ 24 മണിക്കൂറിനുള്ളിൽ ജോർജിനെ കൊണ്ട് അത് തിരുത്തിക്കാൻ നേതൃത്വം സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് PC ജോർജ് ഗ്രാമീണ തലത്തിലെ ഫണ്ട് തർക്കത്തിൽ കിടന്ന് ഉരുളുമ്പോൾ തലസ്ഥാന നഗരിയിൽ രാജീവ് ചന്ദ്രശേഖരൻ നേരിട്ടത് മറ്റൊരു തരം അന്തർനാടകമായിരുന്നു. മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു എന്ന പ്രൗഢിയോടെ ഒരു വികസന നായകൻ എന്ന ലേബലിൽ തിരുവനന്തപുരത്ത് മത്സരിക്കാനെത്തിയ രാജീവിന് സ്വന്തം പാർട്ടിയിലെ ഗ്രൂപ്പ് മാനേജർമാരിൽ നിന്ന് കിട്ടിയത് കടുത്ത അവഗണനയായിരുന്നു. അവിടെ നമ്മൾ കണ്ടതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്നത്. ഈ വോട്ട് മറിക്കലും കാലുവയ്ക്കലും BJPയുടെ കോട്ടകളിൽ പോലും നടന്നു എന്ന സൂചനകളാണ് അദ്ദേഹം പ്രകോപിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെ രാജീവ് ചന്ദ്രശേഖർ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് കേരളം എന്ന വാക്ക് പോലും ഒഴിവാക്കിയത് വലിയ ചർച്ചയായിരുന്നു. കാരണം ഇവിടുന്ന് കൈ കഴുകി നേരെ രക്ഷപ്പെടാം എന്നൊരു ചിന്ത മാത്രമാണ് ഉണ്ടായിരുന്നത്. പണം തട്ടി അല്ലെങ്കിൽ അഴിമതി നടത്തി കൈക്കലാക്കിയവർ പതിയെ, അതായത് നൈസായിട്ട് കൈ കഴുകി മുങ്ങുന്നു എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ താൻ കേരള രാഷ്ട്രീയത്തിൽ തുടരില്ല എന്ന് വ്യക്തമാക്കുന്ന സൂചന കൂടിയായിരുന്നു അത്. തോറ്റപ്പോൾ പന്ത് ചുരുട്ടി മടങ്ങുന്ന ഒരു കോർപ്പറേറ്റ് മുതലാളിയുടെ മനോഭാവമാണ് അന്ന് അദ്ദേഹം കാണിച്ചത്. അത് അണികൾക്കിടയിൽ തന്നെ സംസാരവുമായിട്ടുണ്ട്. ആദർശ രാഷ്ട്രീയമല്ല, വെറും അധികാര കച്ചവടമാണ് ഇവിടെ നടക്കുന്നത് എന്ന് വീണ്ടും തെളിയിക്കുകയാണ്. കേരള BJPയിലെ V മുരളീധരൻ, K സുരേന്ദ്രൻ, അച്യുതണ്ടിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് വളരുന്ന ഏതൊരു നേതാവിനെയും ഒതുക്കുക എന്നത് പാർട്ടിയുടെ ഒരു അലിഖിത നിയമമാണ്. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ജയിച്ചാൽ അത് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് ഭയന്നവർ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ജോർജിനെ പോലെയുള്ള കടുംവെട്ട് നേതാക്കളെ മുൻനിർത്തി കളിപ്പിക്കാനും ഇതേ ഗ്രൂപ്പ് മാനേജർമാർക്ക് എളുപ്പത്തിൽ സാധിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ സമുദായത്തെ കൂടെ കൂട്ടി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാമെന്ന BJPയുടെ തന്ത്രത്തിന് പൂഞ്ഞാറിലും തൃശൂർ ഒഴികെയുള്ള മറ്റ് സ്ഥലങ്ങളിലും കടുത്ത തിരിച്ചടിയാണ് ലഭിച്ചത്. ക്രിസ്ത്യൻ വോട്ടുകൾ UDFിലേക്ക് പോയതാണ് തന്റെ പരാജയത്തിന് കാരണമെന്ന് PC ജോർജ് പറഞ്ഞിരുന്നു. അതൊന്നുമല്ല കേട്ടോ, ഈ വർഗീയ പ്രസംഗം, വർഗീയ വിദ്വേഷം നടത്തിയത് കൊണ്ട് തന്നെയാണ്. എങ്ങനെ വിശ്വസിക്കാനാണ്? ഇന്ന് ക്രിസ്ത്യാനികൾക്കൊപ്പം നിന്ന് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞ അതേ ആള് തന്നെ BJPയിൽ കയറിക്കൊണ്ട് ന്യൂനപക്ഷമായിട്ടുള്ള ആൾക്കാരെ വലിയ രീതിയിൽ തന്നെ വർഗീയത തുപ്പുന്ന ആളുകൾക്കൊപ്പം നിന്നുകൊണ്ട് അവരുടെ കൂടെ ഈ വർഗീയത പറയുമ്പോൾ എങ്ങനെ ഈ ക്രിസ്ത്യൻസ് വിശ്വസിക്കും? അല്ലെങ്കിൽ എങ്ങനെ ഈ ക്രിസ്ത്യാനികൾ അവർക്കൊപ്പം നിൽക്കും? എന്തായാലും RSS അജണ്ടയും ന്യൂനപക്ഷ പ്രീണനവും ഒരേ സമയം നടക്കില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ തെളിയിച്ചിട്ടും BJP ഇപ്പോഴും ആ പഴയ തന്ത്രങ്ങളിൽ തന്നെയാണ് അഭയം തേടുന്നത്. പണക്കൊഴുപ്പും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുമുള്ള ഭീഷണിയും കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ഭരണം പിടിക്കുന്നത് പോലെ കേരളത്തിൽ നടക്കില്ല എന്ന് ഈ രണ്ട് സംഭവങ്ങളും വ്യക്തമാക്കുന്നു. കോടികൾ ഫണ്ട് ഇറക്കിയാലും അത് താഴെത്തട്ടിൽ എത്തുമ്പോഴേക്കും നേതാക്കളുടെ പോക്കറ്റുകളിലേക്ക് ചോർന്നു പോകുന്ന സംവിധാനമാണ് കേരള BJPയിലുള്ളത്. അത് വീണ്ടും വീണ്ടും BJP തെളിയിക്കുകയാണ്. അത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുകയാണ്. ആ അഴിമതിയുടെ ദുർഗന്ധമാണ് PC ജോർജിന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നത്. ഇന്നലെ പറഞ്ഞത് ഇന്ന് മാറ്റി പറയാൻ PC ജോർജിന് യാതൊരു മടിയുമില്ല. അദ്ദേഹം ആ ഒരു മെന്റാലിറ്റിയിലായി പോയി. എന്തും വിളിച്ചു പറയാം, എന്തും ചെയ്യാം എന്നുള്ളത്.
എന്തായാലും അവസരവാദ രാഷ്ട്രീയ പ്രവാചകനാണ് അദ്ദേഹം എന്ന് പറയേണ്ടി വരും. എന്നാൽ ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് എന്ന ബോധ്യം നേതാക്കൾക്കില്ല. സ്വന്തം പാർട്ടിയിൽ അഴിമതിയെക്കുറിച്ച് വാതോരാതെ സംസാരിച്ച ശേഷം പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് വന്ന് അവരൊക്കെ പാവങ്ങളാണ്, അവരൊക്കെ വിശുദ്ധന്മാരാണ് എന്ന് പറയുമ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ BJP പരിഹാസ്യ കഥാപാത്രമായി മാറുകയാണ്. നിങ്ങൾ PC ജോർജ് എന്ത് ആണ് ഈ പറയുന്നത്? അല്ലെങ്കിൽ എന്ത് മനസ്സിലാക്കി കൊടുക്കുന്നു? നിങ്ങൾ എന്താണ് ജനങ്ങളെ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്? പാർട്ടി വിട്ടിട്ടില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ശരീരഭാഷയും ഡൽഹി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളും കേരളത്തോടുള്ള അദ്ദേഹത്തിന്റെ ഒരു വിരക്തി വ്യക്തമാക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധത്തിന് സെക്രട്ടേറിയറ്റിൽ പോയി നിന്ന് കൊടിയും കുത്തിപ്പിടിച്ച് സമരം നടത്തിയതാണ്. ഒരു ലോജിക്കുമില്ലാതെ കേരളത്തിലെ പാർട്ടി പുനഃസംഘടനയിൽ സ്വന്തം ആളുകളെ തിരികെ കയറ്റാൻ സംസ്ഥാന നേതൃത്വം ശ്രമിക്കുമ്പോൾ രാജീവിനെ പോലുള്ളവർ അതിൽ നിന്ന് അകലം പാലിക്കുകയാണ്. ഇനി ആഭ്യന്തര കലഹം BJP വരും തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. ഒറ്റ കാര്യം PC ജോർജ് ഈ ഒരു വിഷയം പറഞ്ഞു, തൃശ്ശൂരിൽ നിന്നുള്ള BJP അംഗം പറഞ്ഞു. അങ്ങനെ കേരളത്തിൽ BJP ഇലക്ഷൻ നിന്നപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ തുടക്കമായിരുന്നു ഈ പണത്തിന്റെ വിഷയം എന്ന് പറയുന്നത്, കൈക്കൂലി വിഷയം എന്ന് പറയുന്നത്. അത് തൊട്ട് ഇന്നേ വരെ BJPയുടെ ഓരോരോ കള്ളത്തരങ്ങൾ പുറത്തു വരുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇനി BJPയിൽ താമര വിരിക്കാൻ അത്രയധികം എളുപ്പം കഴിയില്ല എന്നുള്ളത് ജനങ്ങളെല്ലാം മനസ്സിലാക്കുകയാണ്. സ്വന്തം അണികളെ വഞ്ചിക്കുന്നവരാണ് ഇനി കേരളത്തിലെ സീറ്റ് പിടിക്കാൻ പോകുന്നതും ഭരിക്കാൻ പോകുന്നതും. ഇതൊക്കെ ഏറ്റവും കൂടുതൽ BJPയെ തളർത്തും, BJPക്ക് വലിയ തിരിച്ചടിയാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല.